എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. സിറ്റി പെർമിറ്റ് അനുവദിക്കാത്ത സർക്കാർ നിലപാടിലാണ് പ്രതിഷേധം. പെർമിറ്റ് അനുവദിക്കാത്തതിനെ തുടർന്ന് 700ഓളം ഓട്ടോ തൊഴിലാളികളാണ് പ്രതിസന്ധി നേരിടുന്നത്. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അതിനു മുന്നിൽ ആശ്രയിക്കുന്നത് ഓട്ടോ തൊഴിലാളികളെയാണ്. ഈ ഓട്ടോ തൊഴിലാളികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം റെയിൽവേ അധികൃതർ നൽകിയ പെർമിറ്റാണ്. സിറ്റി പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇനി മുതൽ ഓട്ടോ ഓടിക്കാൻ കഴിയൂ. പക്ഷേ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരിപ്പോൾ കഞ്ഞി വെച്ച് പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കാം എന്താണ് പ്രശ്നമെന്ന്. ചേട്ടാ, ഈ സിറ്റി പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നമാണോ ഉയർന്നത്? അല്ലേ, അത് കഴിഞ്ഞ ഒരു 30 വർഷത്തോളമായി ഞങ്ങളിവിടെ സർവീസ് നടത്തുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു നോട്ടീസ് ഇവിടെ കൊണ്ടുവന്നിട്ടു. 10 മാസം തൊട്ട് സിറ്റി പെർമിറ്റുള്ള വണ്ടികൾക്ക് മാത്രമേ റെയിൽവേ പാസ് അനുവദിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ അതിന് തിരുവനന്തപുരത്ത് പോയി DCMനെയും കണ്ടു, എല്ലാം കണ്ടു. ഒരു മാസത്തെ അവധി മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുത്തു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. DCMനെ കണ്ടു തിരുവനന്തപുരത്ത്. ഇവിടെ മേയർ തൊട്ട് മേയർ, RTO, RTA, DCP, ACP, കലക്ടർ, MP, MLA ഇവരെയൊക്കെ നിരന്തരമായിട്ട് 3-4 പ്രാവശ്യം ചെന്ന് ഇടപെട്ടു. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു ഉദ്യോഗസ്ഥരും ബാക്കിയില്ല. ഈ പെർമിറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകേണ്ടത് കൊച്ചി കോർപ്പറേഷനാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇടപെടാത്തല്ലോ എന്നാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇത് നമുക്കിവിടെ 15,000 വണ്ടികളോളം ഈ സിറ്റിയിൽ സർവീസ് നടത്തുന്നുണ്ട്. 30 കൊല്ലം മുമ്പാണ് പെർമിറ്റ് കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ കാലയളവിൽ കാലാർഹപ്പെട്ട വണ്ടികളെല്ലാം പോയി ആകെ 3000 താഴെ 4,500 വണ്ടികളുള്ളതിൽ പെർമിറ്റ് ഉള്ളതിൽ 3000 താഴെ വണ്ടികൾ മാത്രമാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. 700-750 വണ്ടികൾ ഇവിടെ സർവീസ് നടത്തുന്നത്. 12 വണ്ടി കൊണ്ട് റെയിൽവേക്ക് ഒരു കാരണവശാലും ഇവിടെ സർവീസ് വിജയകരമായിട്ട് നടത്താൻ പറ്റില്ല. ഈ പ്രതിഷേധം എത്രത്തോളം വലിയ രീതിയിൽ കടുപ്പിക്കാനാണ് തീരുമാനം? പ്രശ്നം ഞങ്ങൾ നാളെ രാവിലെ ഇവിടുത്തെ ഈ കോർഡിനേഷൻ്റെ പേരിൽ നമ്മൾ തിരുവനന്തപുരം DCMനെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞ് നമുക്ക് അനുകൂലമായ വിധി അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ പത്രസമ്മേളനം നിങ്ങളെല്ലാം വിളിച്ച് പത്രസമ്മേളനം നടത്തുന്നതാണ്. കൊച്ചിൻ കോർപ്പറേഷനിലെ എല്ലാ സ്റ്റാൻഡുകളും സംഭവിപ്പിച്ചുകൊണ്ട് സിറ്റി സംഭവിപ്പിച്ചുകൊണ്ട് സമരപരമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. ഏതായാലും 1-2 തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഏതാണ്ട് 750 ഓട്ടോ തൊഴിലാളികളാണ് ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നത്. സിറ്റി പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ഓട്ടോ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സിറ്റി പെർമിറ്റിന് വേണ്ടി ശുപാർശ നൽകേണ്ടത് കൊച്ചി കോർപ്പറേഷനാണ്. ഏതാണ്ട് 10,000 പെർമിറ്റുകൾ ആവശ്യമുണ്ട്. ശുപാർശ നൽകിയതിനു ശേഷം അത് മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കണം. മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായ സംവിധാനത്തിന് ഇവർക്ക് വാഹനം ഇതിലേക്കൂടെ ഓടിക്കാൻ സാധിക്കുള്ളൂ. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും ഇവർ പറയുന്നു. കൊച്ചിയിൽ നിന്നും റിജോ രാജുവിനൊപ്പം YS അഭിനന്ദ്, 24.